ഗായിക സുജാത ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി സുജാത, ഒരുപാട് ഓർത്തെടുക്കാനുണ്ടാവും താങ്കൾക്ക് SP വെങ്കടേഷിനെ കുറിച്ച്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം വളരെ ഷോക്കിംഗ് ആണ്. കാരണം ഞങ്ങൾ ഈ ഇടയ്ക്കൊരു കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ സ്പെഷ്യൽ ഒരു എപ്പിസോഡ് തന്നെ ചെയ്യാൻ വച്ചപ്പോൾ എടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എത്ര 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 ഹിറ്റ് സോങ്സ് ആണ്, നിരയായിട്ടാണ് അദ്ദേഹം നമുക്ക് ഹിറ്റ് സോങ്സ് തന്നിരിക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ പോവാന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം തന്നെയാണ്. എനിക്ക് അദ്ദേഹം വളരെ സ്പെഷ്യലാണ്. കാരണം എനിക്ക് കന്നഡയിൽ എൻ്റെ ആദ്യത്തെ പാട്ട് ഞാൻ വെങ്കടേഷ് സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കന്നഡയില്. ആ റെക്കോർഡിങ്ങിന് പോയപ്പോഴാണ് ഞാൻ മണി ശർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹം കീബോർഡ് ഇദ്ദേഹത്തിന്റെ പാട്ടിന് വായിച്ചിരുന്നു. അപ്പൊ അവിടെ ഞാൻ പരിചയപ്പെട്ട് എനിക്ക് തെലുങ്കിലേക്ക് അങ്ങനെ ഒരുപാട് തെലുങ്ക് പാട്ട് ഞാൻ മണിയുടെ പാടി. അപ്പൊ ഇദ്ദേഹം ഒരു നിമിത്തമായി തീർന്നു എനിക്ക് തെലുങ്കിലേക്ക് വരാൻ തന്നെ പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക, നമുക്ക് സ്റ്റേജിൽ പാടുമ്പോ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾക്കൊക്കെ ഭയങ്കര രസമാണ്. സ്റ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെന്റ് ആണ്. നമ്മൾ തന്നെ വീട്ടിലിരുന്ന് കേൾക്കുന്നതും സ്റ്റേജിൽ പാടുന്നതും പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഇദ്ദേഹത്തിന് ഭയങ്കര നിറവാണ് പാട്ടുകൾ. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ ഭയങ്കര നിറവാണ് ആ പാട്ടുകൾക്കൊക്കെ. നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കൂ, അപ്പൊ അറിയാം. വായിക്കായിരുന്നു അത് എല്ലാ ജോണറിലുമുള്ള പാട്ടുകൾ. അതാണ് ബാഗീസ് ജീൻസും ടോപ്പും അണിഞ്ഞ പാട്ടും അദ്ദേഹം ചെയ്തതാണ്. നീലക്കണ്ണ നിന്നെ കണ്ടു എന്ന പാട്ടും അദ്ദേഹം ചെയ്തതാണ്. താങ്കൾ പാടിയ ഒരു പാട്ടൊന്ന്, ഒരു നല്ലൊരു പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാമോ? തുമ്പി പെണ്ണെ വാ വാ പാട്ടാണ് എനിക്ക്. കാരണം എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ദാസേട്ടന്റെ കൂടെ അപൂർവമായിട്ട് ആദ്യ സമയത്തൊക്കെ ഡുവറ്റ്സ് കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ ഇതൊരു നല്ലൊരു പാട്ട് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ പാട്ട്. അപ്പൊ തുമ്പിപ്പെണ്ണ ഈസ് ഓൾവേസ് വെരി സ്പെഷ്യൽ ഫോർ മീ. രണ്ടുപേരും ഒന്ന് പാടുമോ? അല്ല, ഇതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ, ഈ സമയത്ത് അത് വെച്ചാ മതി. ഏതായാലും വലിയ ഓരോ സ്റ്റാൾവാർഡ്സും പോകുന്നു നമ്മുടെ അടുത്തുനിന്ന്, ഓർമ്മകൾ മാത്രം. നന്ദി. സുജാതയാണ്. സുജാത എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി. ഞാൻ പാടണം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ആ മനോഹരമായ പാട്ട് സുജാതയെ കൊണ്ട് ആലപിക്കുക എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്കായി കേൾപ്പിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിയോഗ സമയത്ത് അത് പാടാൻ സുജാതയ്ക്കും അല്പം മടിയുണ്ട്. കാരണം അവർക്കും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങായി മാറിയ ഒരു പാട്ട് തന്നെയാണ് തുമ്പിപ്പെണ്ണെ വാവാ തുമ്പച്ചോട്ടിൽ വാവാ എന്ന പാട്ട്. ഇപ്പോഴും മലയാളി മനസ്സുകളിൽ ഇങ്ങനെ തുടികൊട്ടി ഉയരുന്ന ഒരു പാട്ട് കൂടിയാണ് തുമ്പിപ്പെണ്ണെ. അങ്ങനെ എത്രയോ പാട്ടുകൾ SP വെങ്കടേഷ് മലയാളികൾക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. എണ്ണം പറയാവുന്ന അനവധി ഗാനങ്ങൾ. ഇപ്പോഴും നമ്മൾ ഈ കാലാനുവർത്തിയായ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ, കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ, പുതിയ തലമുറയ്ക്കും ജെൻസി തലമുറയ്ക്കും ഏറെ പ്രിയങ്കരമായ ഒരുപാട് പാട്ടുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.